പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് PSC പരീക്ഷയിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള കാറ്റുകൾ എന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മോക്ക അഥവാ മോച്ച. ബംഗാൾ ഉൾക്കടൽ മെയ് മാസത്തിൽ വീശിയ കാറ്റാണ് മോക്ക അഥവാ മോച്ച. പേര് നൽകിയത് യമൻ. 2023 ഇന്ത്യയിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ്. ബാധിച്ചത് ബംഗ്ലാദേശ്, മ്യാൻമർ. മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ കരുണ. ബംഗാൾ ഉൾക്കടലിൽ മെയ് മാസത്തിൽ വീശിയ കാറ്റാണ് മോക്ക അഥവാ മോച്ച. പേര് നൽകിയത് യമൻ. 2023 ഇന്ത്യയിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ്. ബാധിച്ചത് ബംഗ്ലാദേശ്, മ്യാൻമർ. മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ കരുണ. അറബിക്കടലിൽ രൂപം കൊണ്ട കാറ്റാണ് തേജ്. പേര് നൽകിയത് ഇന്ത്യ. ബാധിച്ചത് യമൻ. തേജ് എന്ന വാക്കിനർത്ഥം വേഗത. ഒക്ടോബർ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട കാറ്റാണ് തേജ്. പേര് നൽകിയത് ഇന്ത്യ. ബാധിച്ചത് യമൻ. തേജ് എന്ന വാക്കിനർത്ഥം വേഗത. മീഷോങ് അഥവാ മിഗ്ജാം. ബംഗാൾ ഉൾക്കടലിൽ ഡിസംബർ മാസത്തിൽ വീശിയ കാറ്റാണ് മീഷോങ് അഥവാ മിഗ്ജാം. പേര് നൽകിയത് മ്യാൻമർ. ബാധിച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. മീഷോങ് എന്ന വാക്കിനർത്ഥം ശക്തി അഥവാ സഹിഷ്ണുത. മീഷോങ് അഥവാ മിഗ്ജാം ബംഗാൾ ഉൾക്കടലിൽ ഡിസംബർ മാസത്തിൽ വീശിയ കാറ്റാണ്. പേര് നൽകിയത് മ്യാൻമർ. ബാധിച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. മീഷോങ് എന്ന വാക്കിനർത്ഥം ശക്തി അഥവാ സഹിഷ്ണുത. അടുത്ത കാറ്റ് റീമാൽ അഥവാ കേമാൽ. ബംഗാൾ ഉൾക്കടലിൽ മെയ് മാസത്തിൽ വീശിയ കാറ്റാണ് റീമാൽ അഥവാ കേമാൽ. പേര് നൽകിയത് ഒമാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ. റീമാൽ എന്ന വാക്കിനർത്ഥം മണൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യ ചുഴലിക്കാറ്റ്. റീമാൽ അഥവാ കേമാൽ ബംഗാൾ ഉൾക്കടലിൽ മെയ് മാസത്തിൽ വീശിയ കാറ്റ്. പേര് നൽകിയത് ഒമാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ. റീമാൽ എന്ന വാക്കിനർത്ഥം മണൽ. 2024 ബംഗാൾ ഉൾക്കടലിൽ വീശിയ ആദ്യ ചുഴലിക്കാറ്റ്. ജൂൺ മാസത്തിൽ അറബിക്കടലിൽ വീശിയ കാറ്റാണ് ബീപ്പർ ജോയ്. ജൂൺ മാസത്തിൽ അറബിക്കടലിൽ വീശിയ കാറ്റാണ് ബീപ്പർ ജോയ്. പേര് നൽകിയത് ബംഗ്ലാദേശ്. ബീപ്പർ ജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം. ബാധിച്ചത് ഗുജറാത്ത്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ്. ജൂൺ മാസത്തിൽ അറബിക്കടലിൽ രൂപം കൊണ്ട കാറ്റാണ് ബീപ്പർ ജോയ്. പേര് നൽകിയത് ബംഗ്ലാദേശ്. ബീപ്പർ ജോയ് എന്ന വാക്കിനർത്ഥം ദുരന്തം. ബാധിച്ചത് ഗുജറാത്ത്. 2023 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ്. ഒക്ടോബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് ഹമൂൺ. ഒക്ടോബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് ഹമൂൺ. പേര് നൽകിയത് ഇറാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്. ഹമൂൺ എന്ന വാക്കിനർത്ഥം ചതുപ്പ് നിലം. ഒക്ടോബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് ഹമൂൺ. പേര് നൽകിയത് ഇറാൻ. ബാധിച്ചത് ബംഗ്ലാദേശ്. ഹമൂൺ എന്ന വാക്കിനർത്ഥം ചതുപ്പ് നിലം. നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് മിഥിലി അഥവാ മിഥിലി. നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് മിഥിലി അഥവാ മിഥിലി. പേര് നൽകിയത് മാലിദ്വീപ്. ബാധിച്ചത് വടക്കേ ഇന്ത്യ, ബംഗ്ലാദേശ്. മിഥിലി എന്ന വാക്കിനർത്ഥം വലിയ മരം. നവംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയ കാറ്റാണ് മിഥിലി. പേര് നൽകിയത് മാലിദ്വീപ്. ബാധിച്ചത് വടക്കേ ഇന്ത്യ, ബംഗ്ലാദേശ്. മിഥിലി എന്ന വാക്കിനർത്ഥം വലിയ മരം. 2024 ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റ് അൽവാരോ. നാശം വിതച്ചത് മഡഗാസ്കർ. 2024 ലോകത്ത് വീശിയ ആദ്യ ചുഴലിക്കാറ്റ് അൽവാരോ. നാശം വിതച്ചത് മഡഗാസ്കർ. അസ്ന ചുഴലിക്കാറ്റ് 2024 ഓഗസ്റ്റ്. അസ്ന ചുഴലിക്കാറ്റ് 2024 ഓഗസ്റ്റ്. ഉത്ഭവം അറബിക്കടൽ. പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. അർത്ഥം ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്. അർത്ഥം ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്. പുകഴ്ത്തപ്പെടേണ്ടത്. വീശിയത് ഗുജറാത്ത്, രാജസ്ഥാൻ. അസ്ന ചുഴലിക്കാറ്റ് 2024 ഓഗസ്റ്റ്. ഉത്ഭവം അറബിക്കടൽ. പേര് നൽകിയ രാജ്യം പാകിസ്ഥാൻ. അർത്ഥം ദ വൺ ടു ബി അക്നോളജ്ഡ് ഓർ പ്രൈസ്ഡ്. പുകഴ്ത്തപ്പെടേണ്ടത്. വീശിയത് ഗുജറാത്ത്, രാജസ്ഥാൻ. ദാന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബർ. ദാന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബർ. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. പേര് നൽകിയ രാജ്യം ഖത്തർ. അർത്ഥം ജനറോസിറ്റി, ഔദാര്യം. വീശിയത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ദാന ചുഴലിക്കാറ്റ് 2024 ഒക്ടോബർ. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ.
പേര് നൽകിയ രാജ്യം ഖത്തർ. അർത്ഥം ജനറോസിറ്റി, ഔദാര്യം. വീശിയത് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഫെങ്കൽ ചുഴലിക്കാറ്റ് 2024 നവംബർ. ഫെങ്കൽ ചുഴലിക്കാറ്റ് 2024 നവംബർ. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. വീശിയത് തമിഴ്നാട്. പേര് നൽകിയത് സൗദി അറേബ്യ. അർത്ഥം ഇൻഡിഫറൻറ്റ്. ഫെങ്കൽ ചുഴലിക്കാറ്റ് 2024 നവംബർ. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. വീശിയത് തമിഴ്നാട്. പേര് നൽകിയത് സൗദി അറേബ്യ. അർത്ഥം ഇൻഡിഫറൻറ്റ്. ചുഴലിക്കാറ്റുകളുടെ പേരിടിയിൽ ചരിത്രം. 2004 മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിൽ പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMO, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, UAE, യമൻ എന്നിങ്ങനെ 13 രാജ്യങ്ങളാണ് സമിതിയിലുള്ളത്. ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കാം. രാജ്യങ്ങളുടെ സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത്. ചുഴലിക്കാറ്റുകളുടെ പേരിടിയിൽ ചരിത്രം. 2004 മുതൽ വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നതിൽ പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMO, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഫോർ ഏഷ്യ പസഫിക് എന്നിവയിലെ അംഗരാജ്യങ്ങളുടെ പാനലാണ് പേരുകൾ നൽകുന്നത്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഇറാൻ, മാലിദ്വീപ്, മ്യാൻമർ, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലാൻഡ്, UAE, യമൻ എന്നിങ്ങനെ 13 രാജ്യങ്ങളാണ് സമിതിയിലുള്ളത്. ഓരോ അംഗരാജ്യങ്ങളും പേരുകളുടെ നീണ്ട പട്ടിക സമർപ്പിക്കുക. രാജ്യങ്ങളുടെ സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവ പ്രതിഫലിപ്പിച്ചും വൈവിധ്യം ഉറപ്പാക്കിയുമാണ് പേരുകൾ കണ്ടെത്തുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വരാൻ പോകുന്ന PSC പരീക്ഷകൾ ചോദിക്കുവാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലെയുള്ള PSCയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.